ഏതാണ്ട് ഒരു 10-40 അടിയോളമുള്ള മൺതിട്ടയായിരുന്നു അത്. നാട്ടുകാരിൽ ആശങ്കയുണ്ടാക്കിയിരുന്നു. ദേശീയപാത അതോറിറ്റിയുമായി ബന്ധപ്പെട്ടും ഈ അധികൃതരുമൊക്കെയായി ബന്ധപ്പെട്ട് അവർ പരാതി നൽകിയതാണ്. ഇന്നലെ വൈകിട്ട് മുതൽ ഈ ഇടിച്ചിൽ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ നിർബന്ധപൂർവ്വം ആളുകളെ മാറ്റേണ്ടതുണ്ടായിരുന്നു എന്നുള്ളത് കൂടിയാണ്. ജനപ്രതിനിധികൾ ഇതിൽ ഇടപെട്ടിരുന്നില്ലേ? തീർച്ചയായും അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് പുലർച്ചെ മുതൽ തന്നെയും മണ്ണ് നീക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷെ പൂർണ്ണമായും മണ്ണ് നീക്കാൻ കഴിഞ്ഞില്ല. റോഡിലെ ഗതാഗതം സ്തംഭിക്കുന്ന സാഹചര്യം തന്നെ തുടരുന്ന അവസ്ഥയായിരുന്നു. പിന്നീടാണ് ഈ രാത്രിയിൽ വീണ്ടും മഴ പെയ്യാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ജനപ്രതിനിധികളുടെ അടക്കം നേതൃത്വത്തിൽ അവിടെയുള്ള കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയത്. പക്ഷേ ഈ പറയുന്ന കുടുങ്ങി കിടക്കുന്ന കുടുംബം അതിന് തയ്യാറായില്ല എന്നുള്ളതാണ് നിർഭാഗ്യകരമായ കാര്യം. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയത് എന്ന് അവിടുത്തെ പ്രാദേശിക ജനപ്രതിനിധികളടക്കം പറയുന്നുണ്ട്. പക്ഷെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരവധി നിയമപ്രശ്നങ്ങൾ നടക്കുകയുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി അതിന് അനുകൂലമായ ഒരു ഉത്തരവടക്കം പുറപ്പെടുവിച്ച് വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഈ നിലയിൽ ഒരു വലിയ അപകടം ഉണ്ടാകുന്നത്. ഇടുക്കി ജില്ലയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയ തുലാവർഷ പെയ്ത്ത് ഈ അപകടത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണെന്ന് തന്നെ പറയാം. രാത്രികാലങ്ങളിൽ വലിയ ശക്തിയായുള്ള മഴയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി മണ്ണെടുത്തിരുന്ന ഭാഗം അപകടാവസ്ഥയിലേക്ക് മാറിയിരുന്നു. ഇന്നലെ വൈകിട്ടോടുകൂടി അത് ഇടിഞ്ഞു വീഴുകയായിരുന്നു. വലിയ ഹൈറ്റിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഹൈറ്റിൽ നിന്ന് ഒരു വലിയ ഭാഗം അടർന്നു വീഴുകയായിരുന്നു. അവിടെ അപ്പോഴും അപകടാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് പരിഗണിച്ചുകൂടിയാണ് രാത്രിയിലെ മഴ കൂടി മാത്രമല്ല ഇപ്പൊ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഇവരെ പുറത്തെത്തിച്ചാൽ ഇവിടെ ഗതാഗതം കഴിഞ്ഞ ദിവസം തന്നെ തിരിച്ചുവിട്ടിരുന്നു. കാരണം ഇതുവഴി പോകുന്നത് അപകടകരമായതുകൊണ്ട് വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ടായിരുന്നില്ല. വേറെ റൂട്ടിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇവരെ കൊണ്ടുപോകാൻ ആശുപത്രിയിലേക്ക് എത്തിക്കാനൊക്കെയുള്ള സംവിധാനം സജ്ജമാണോ? തീർച്ചയായും സംവിധാനം സജ്ജമാണ്. കാരണം ഫയർഫോഴ്സ് സംഘം ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഫയർഫോഴ്സ് സംഘം ആംബുലൻസ് സംവിധാനം അടക്കം അവിടെ എത്തിയിട്ടുണ്ട്. അവരെ പുറത്തെത്തിച്ചാൽ ഉടനടി തന്നെ ഏതെങ്കിലും തരത്തിൽ പരിക്കുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് അവരെ കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങളൊക്കെ സജ്ജമാണ് എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ ആ നിലയിൽ പ്രതിസന്ധി ഇല്ല. പക്ഷെ വീടിനുള്ളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്നത് വലിയ ആശങ്ക സൃഷ്ടിക്കുന്ന സാഹചര്യമാണ്. 5ഓളം പേരുള്ള കുടുംബമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി. പ്രദേശവാസികൾ എന്താണ് പറയുന്നത്? ഈ കുടുംബത്തിൽ വീട്ടിലുണ്ടായിരുന്നവരെല്ലാവരും അവിടെ ഉണ്ടെന്നാണോ പറയുന്നത്? അതെ, വീട്ടിലുണ്ടായിരുന്നവരെല്ലാം തന്നെ വീട്ടിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. രാത്രി അല്പനേരം മുമ്പാണ് മണ്ണിടിഞ്ഞ് വീണത്. എല്ലാവരും തന്നെ വീട്ടിനുള്ളിൽ ഉറക്കമായിട്ടില്ല എന്ന് കരുതുന്നു. ഏതായാലും മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ട്. അവരെ പുറത്തെത്തിക്കാൻ, മണ്ണ് നീക്കിയതിനു ശേഷം വേണം അതിനുള്ളിലേക്ക് കടന്ന് അവരെ പുറത്തെത്തിക്കാൻ. തന്നെ സൂചിപ്പിച്ച പോലെ ഏതെങ്കിലും തരത്തിൽ അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ഒരുക്കങ്ങളും നിലവിൽ സജ്ജമാക്കിയിട്ടുണ്ട്. അതേസമയം 22ഓളം കുടുംബങ്ങളെ അതേ ഉന്നതിയിൽ നിന്ന് തന്നെ ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. സുരക്ഷാ ക്രമീകരണ ഭാഗമായി മാറ്റിപ്പാർപ്പിച്ചിരുന്നതായിരുന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. ഏതായാലും രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഉടനെ തന്നെ രാത്രി ആയതുകൊണ്ടാണ് ഇതെങ്ങനെയാണ് വീണിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. മുകളിൽ നിന്ന് പൂർണ്ണമായിട്ട് വീടിനെ മറയ്ക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ വീട് വീണു പോകുന്ന രീതിയിലാണോ മണ്ണ് വീണിരിക്കുന്നത്? അതിനുള്ളിൽ കുടുങ്ങുക എന്ന് പറയുമ്പോൾ ഈ കോൺക്രീറ്റ് ഉണ്ടാവും, മണ്ണും കൂടി വീഴുമ്പോൾ ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ആ ഒരു ദൗത്യം അത് എത്രത്തോളം വേഗത്തിൽ നടത്താനാകും എന്നറിയാൻ വേണ്ടിയാണ്. അത് എങ്ങനെയാണ് മണ്ണ് വീണിരിക്കുന്നത്? തന്നെ ഈ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഒരു സ്വഭാവം, അല്ലെങ്കിൽ ഹൈറേഞ്ചിലേക്കുള്ള പാതകളുടെ എല്ലാം സ്വഭാവം, ഒരു ഭാഗം വലിയ കുന്നും മറ്റൊരു ഭാഗം വലിയ താഴ്ചയുമാണ്. ഈ താഴ്ചയുടെ ഭാഗത്താണ് ഈ വീടുകൾ സ്ഥിതി ചെയ്യുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഒരു നിരപ്പായ പ്രദേശമാണ്. റോഡ് കവിഞ്ഞും മണ്ണ് വന്നിട്ടുണ്ട്. ആ റോഡ് കവിഞ്ഞും വന്ന മണ്ണാണ് വീടുകൾക്ക് മുകളിലേക്ക് വീണത്. റോഡിന്റെ ഒരു ഭാഗം താഴ്ചയായി നിൽക്കുന്നു. ആ താഴ്ചയുള്ള ഭാഗത്തേക്ക് മണ്ണ് വീഴുകയായിരുന്നു. നമ്മൾ അയച്ചു തന്നിട്ടുള്ള ദൃശ്യങ്ങളിൽ ഒന്നിൽ ആ വീടുണ്ട്, കുടുങ്ങിക്കിടക്കുന്ന വീടുണ്ട് എന്നുള്ളതാണ്. റോഡരികിൽ തന്നെയുള്ള അല്പം താഴ്ചയിൽ സ്ഥിതി ചെയ്യുന്ന വീടിന് മുകളിലേക്ക് മണ്ണ് വീഴുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് പുറത്തേക്ക് ഇറങ്ങി വരാൻ പ്രയാസമുള്ള സാഹചര്യത്തിലാണ് നിലവിൽ ഉള്ളത്. അത് മണ്ണ് മാറ്റിയ ശേഷം ആളുകളെ പുറത്തെത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവരുടെ ശബ്ദമൊക്കെ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? തീർച്ചയായും ഗുരുതരമായ ഒരു അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എന്ന് രക്ഷാപ്രവർത്തകർ പറയുന്നുണ്ട്. ജീവനോടെ തന്നെ അവരെ പുറത്തെത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നുണ്ട്. പക്ഷെ ഏതെങ്കിലും തരത്തിൽ പരിക്ക് പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഈ വീട് തകർന്നു പോകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. അവർക്ക് പുറത്തെത്താൻ അതാ ചോദിച്ചത്, അതിലൊരു ക്ലാരിറ്റി. അതായത് പൂർണ്ണമായും ഈ റോഡ് കൂടി ഇടിഞ്ഞ്, ഈ പറയുന്ന മൺതിട്ടയ്ക്കൊപ്പം റോഡ് കൂടി ഇടിഞ്ഞ് വീടിന് മുകളിലേക്ക് വീടും തകർന്നു പോയോന്നായിരുന്നു സംശയം വന്നത്. അപ്പം ആ രീതിയിൽ വലിയ അപകടത്തിലേക്ക് പോയിട്ടില്ല. അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ രക്ഷാപ്രവർത്തനം കുറച്ചുകൂടി വേഗത്തിലാകാനുള്ള സാധ്യതയാണ് കാണുന്നത് അല്ലേ? തീർച്ചയായും ആ നിലയിൽ തന്നെയാണ്. വീട് പൂർണ്ണമായും തകർന്നിട്ടില്ല. വീടിനുള്ളിൽ ആളുകൾ ഉണ്ട്. പക്ഷെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കിടക്കുന്നതിന് അവർ കുടുങ്ങി കിടക്കുന്നു എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. വീടിനുള്ളിൽ ആളുകൾ സേഫായി തന്നെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മണ്ണ് നീക്കി അവരെ പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ശ്രമകരമായ കാര്യം. പ്രത്യേകിച്ച് അവിടുത്തെ ഒരു
ഭൂപ്രകൃതി കൂടി ഇതിന് വെല്ലുവിളിയായി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ ഭാഗമായി നിരവധി കൺസ്ട്രക്ഷൻ വർക്കുകൾ ആ പ്രദേശത്ത് നടക്കുന്നുണ്ട്. അതൊക്കെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷെ ഏതായാലും ഉടനടി തന്നെ അവരെ പുറത്തേക്ക് എത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ രക്ഷാപ്രവർത്തകർ പങ്കുവയ്ക്കുന്നുണ്ട്. 5 പേരടങ്ങുന്ന ഒരു കുടുംബമാണ് ഇപ്പോൾ മണ്ണിനടിയിൽപ്പെട്ട് കിടക്കുന്നത്.